ഒരു ചൈൽഡ്ഹുഡ് നീഡ്സ് ഇൻ സ്കീമാ തെറാപ്പി എന്നുള്ളതാണ്. കോർ ചൈൽഡ്ഹുഡ് നീഡ്സ് ഇൻ സ്കീമാ തെറാപ്പി. അപ്പോൾ ആദ്യം നമുക്ക് സ്കീമാ തെറാപ്പി എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അതിനുശേഷം കോർ ചൈൽഡ്ഹുഡ് നീഡ്സും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്കീമാ തെറാപ്പി ഡെവലപ്പ് ചെയ്തത് ജെഫ്രി യങ് ആണ്. CBT ആരാണ് ഡെവലപ്പ് ചെയ്തത്? CBT ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു? ഒന്ന് ഇന്ററാക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആവുള്ളൂ. CBT ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു? അറിയായിരുന്നു പക്ഷെ മറന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഹാഷിം സർ? ആരൻ ബക്ക് സർ. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഹലോ സർ, ആരൻ ബക്ക്. ആരൻ ബക്ക് അല്ല, ആരൻ ബക്ക്. ആരൻ ടി ബെക്ക്. ഗുഡ്. ആരോൺ ടി ബെക്ക്. അതെ, നമ്മൾ CBTയിൽ എന്തിനാണ് കൂടുതലും നമ്മൾ ഡീൽ ചെയ്യുന്ന എന്ത് കാര്യത്തിനായിരിക്കും? കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ എന്ത് കാര്യത്തിനായിരിക്കും കൂടുതലും നമ്മൾ ഡീൽ ചെയ്യുന്നത്? ആ പേരിൽ തന്നെ ഉണ്ട്, എന്ത് കാര്യത്തിനായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്? ബിഹേവിയറിനെയാണ് സർ. അതെ, ബിഹേവിയറിനെയും അതുപോലെ തന്നെ ഒരു കാര്യങ്ങളുണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതെ, കൊഗ്നിഷനെയും ബിഹേവിയറിനാണ് കൂടുതൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് ഒരു CBTയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആരോൺ ടി ബെക്ക് ഒരു ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആദ്യം ഈ ഒരു CBT ഡെവലപ്പ് ചെയ്തത്. CBT ഡെവലപ്പ് ചെയ്ത് ഒരു ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷെ പലപ്പോഴും ഈ ഒരു ക്രോണിക് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡേഴ്സ്, അതല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അപ്പൊ ഇതിനെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള CBT പലപ്പോഴും കേപ്പബിൾ അല്ല. അപ്പോൾ CBT അഡ്വാൻസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സൈക്കോതെറാപ്പിക് മോഡലാണ് ഈ ഒരു സ്കീമാ തെറാപ്പി എന്നുള്ളത്. അപ്പോൾ സ്കീമാ തെറാപ്പിയിൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. CBTയിലും കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്കീമാ തെറാപ്പിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇമോഷൻ റെഗുലേഷൻ, മൈൻഡ്ഫുൾനെസ്, പിന്നെ സൈക്കോഡൈനാമിക് അപ്രോച്ച്, ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ഒരു സ്കീമാ തെറാപ്പി എന്നുള്ളത്. അപ്പോൾ ജെഫ്രി യങ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 1993. അത് ക്ലൈൻസിന് ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കായിട്ടായിരുന്നു പബ്ലിഷ് ചെയ്തത്. റീഇൻവെന്റിങ് യുവർ ലൈഫ് എന്നായിരുന്നു അതിന്റെ പേര്. അതിനുശേഷം 2003 ജെഫ്രി യങ് ഒരു സ്കീമാ തെറാപ്പിയുടെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സൈക്കോ തെറാപ്പീനെ നമുക്ക് രണ്ട് ടൈപ്പ് ആണെന്ന് പറയാം. ഒന്ന് എക്ലക്റ്റിക് അപ്രോച്ച് ആണ്. എക്ലക്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു തെറാപ്പിസ്റ്റ് തൻ്റെ ക്ലയൻസിന് വേണ്ടി തൻ്റെ ക്ലയൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് പലതരത്തിലുള്ള സ്കൂൾസ് ഓഫ് സൈക്കോ തെറാപ്പിയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതിനാണ് ഈ ഒരു എക്ലക്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു തോട്ടിനെ ഡീൽ ചെയ്യാനായിട്ട് CBT യൂസ് ചെയ്യുന്നു. ക്ലയൻറ്റിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതിൽ വർക്ക് ചെയ്യാനായിട്ട് ട്രാൻസാക്ഷണൽ അനാലിസിസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ വ്യത്യസ്ത സ്കൂൾസ് ഓഫ് സൈക്കോ തെറാപ്പിയിൽ നിന്ന് ക്ലയൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് ഒരു തെറാപ്പിസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിനാണ് എക്ലക്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തൊരു തരത്തിലുള്ള അപ്രോച്ചാണ് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്നുള്ളത്. ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു തെറാപ്പിസ്റ്റ് വ്യത്യസ്ത സ്കൂൾസ് ഓഫ് സൈക്കോ തെറാപ്പിയിൽ നിന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മോഡലിൽ പെട്ടെന്നാണ് ഈ സ്കീമാ തെറാപ്പി എന്നുള്ളത്. സ്കീമാ തെറാപ്പി ഒരു പുതിയ അപ്രോച്ചാണ് ശരിക്കും, അല്ലേ? സ്കീമാ തെറാപ്പി ഒരു പുതിയ അപ്രോച്ച് ആണെങ്കിലും അതിലെ കമ്പോണൻസ് കൂടുതലും പഴയ കമ്പോണൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പുതിയ പ്രോട്ടോകോൾ അനുസരിച്ച് ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്കീമാ തെറാപ്പിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ സ്കീമാ തെറാപ്പിക്ക് ചൈൽഡ്ഹുഡിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്കീമാ തെറാപ്പിയിൽ. അതാണ് ഈ ഒരു CBTനെ അപേക്ഷിച്ച് സ്കീമാ തെറാപ്പിക്ക് വരുന്ന ഒരു മെയിൻ ആയിട്ടൊരു ഡിഫറൻസ്. അതാണ് CBTയിൽ കൂടുതലും എന്തിനാണ് ഡീൽ ചെയ്യുന്നത്? ഒരു കറണ്ട് ഓട്ടോമാറ്റിക് തോട്ട്സ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസന്റിൽ നടക്കുന്ന തോട്ട്സിനെ കുറിച്ചാണ് കൂടുതലും ഈ ഒരു ആരോൺ ടി ബെക്ക് CBTയിൽ ഡീൽ ചെയ്യാനായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കീമാ തെറാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും കുറച്ചുകൂടി ഒരു ചൈൽഡ്ഹുഡിനെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ജെഫ്രി യങ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു കോർ ചൈൽഡ്ഹുഡ് നീഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യട്ടെ, ഒരു മിനിറ്റ്.
സ്ലൈഡ് വിസിബിൾ ആവുന്നുണ്ടോ? യെസ് വിസിബിൾ ആണ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ജെഫ്രി യങ് 5 കോർ ചൈൽഡ്ഹുഡ് നീഡ്സ് ആണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 5 കോർ ചൈൽഡ്ഹുഡ് നീഡ്സ്. അപ്പോൾ അതിൽ ആദ്യത്തത് സെക്യൂർ അറ്റാച്ച്മെന്റ് ടു അതർ പീപ്പിൾ എന്നുള്ളതാണ്. സെക്യൂർ അറ്റാച്ച്മെന്റ് ടു അതർ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആദ്യത്തെ ഒരു നീഡ് എന്നുള്ളത് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിപ്പോൾ മനുഷ്യന്റെ കുട്ടികൾക്കാണെങ്കിലും മൃഗങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആവശ്യമാണ്. അത് കൂടുതലും ഈ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ഒരു അമ്മയായിരിക്കും. അതല്ല അമ്മയുടെ ഒരു പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മദർ ഫിഗർ അവിടെ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. കണക്ഷൻ വിത്ത് അതേഴ്സ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടി കുട്ടികൾക്ക് ഒരു മറ്റുള്ള ആളുകളുമായിട്ടൊരു കണക്ഷൻ ആവശ്യമാണ്. സേഫ്റ്റി ഇൻ അവർ റിലേഷൻഷിപ്സ്. ഒരു കണക്ഷൻ മാത്രം പോരാ, ആ ഒരു കണക്ഷനിൽ കുട്ടികൾക്ക് ഒരു സേഫ്റ്റിയും കൂടി ആവശ്യമാണ്. ഇപ്പോൾ അറ്റാച്ച്മെന്റ് ഫിഗർ ആണെങ്കിലും ആ ഒരു അറ്റാച്ച്മെന്റ് ഫിഗർ ആയിട്ട് കുട്ടിക്കൊരു ഒരു സേഫർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. സേഫ്റ്റി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് സങ്കടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിയർ വരുന്ന സമയത്ത് കുട്ടിക്ക് ഓടിച്ചെല്ലാനും കെട്ടിപ്പിടിക്കാനും എല്ലാം ഈ ഒരു അറ്റാച്ച്മെന്റ് ഫിഗർ അവിടെ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അറ്റാച്ച്മെന്റ് ഫിഗർ ഷുഡ് ബി സേഫ്, സ്റ്റേബിൾ ആൻഡ് ആക്സസിബിൾ. ഈ ഒരു അറ്റാച്ച്മെന്റ് ഫിഗർ സേഫ് ആയിരിക്കണം, നമ്മളിപ്പോൾ പറഞ്ഞു. ആക്സസിബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ സ്റ്റേബിളും ആയിരിക്കണം. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എപ്പോൾ സങ്കടം വരുന്ന സമയത്തും കുട്ടിക്ക് എപ്പോൾ ഫിയർ വരുന്ന സമയത്തും ഓടിച്ചെല്ലാനും അതല്ലെങ്കിൽ ഇപ്പോൾ സന്തോഷമാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആ ഒരു അറ്റാച്ച്മെന്റ് ഫിഗർ അവിടെ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് സമയത്തായിരിക്കും കൂടുതലും ഈ ഒരു സ്റ്റെബിലിറ്റി കുട്ടിക്ക് നഷ്ടപ്പെടുന്നത്? അതായത് ഇപ്പോൾ ഒരു പാരൻസിന് അവരുടെ തന്നെ ഒരു ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ പാരൻസ് ഏതെങ്കിലും തരത്തിൽ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള പാരൻസ് ആണ്, അതല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സൈക്യാട്രിക് ഇഷ്യൂസ് ഉള്ള പാരൻസ് ആണ്, അങ്ങനെ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് കുട്ടീനോട് ഓവർ പ്രൊട്ടക്റ്റിങ് ചെയ്യുന്നു, കുട്ടീനെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചില സമയത്ത് കുട്ടീനോട് ഭയങ്കര അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടിക്കൊരു ഒരു ബാലൻസ് വരുന്നില്ല അവിടെ. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റേബിൾ എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ കുട്ടിക്ക് കിട്ടുന്നില്ല. നെർച്ചറൻസ്, കെയർ ആൻഡ് ഗൈഡൻസ് ഓർ ഇൻ ദോസ് റിലേഷൻഷിപ്സ്. കുട്ടിക്ക് നെർച്ചറൻസ് കിട്ടണം, കെയർ കിട്ടണം, അതുപോലെ തന്നെ ഗൈഡൻസ് കിട്ടണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളാവുന്ന സമയത്ത് എന്തായിരിക്കും, അവർക്ക് ഒരുപാട് അവർ എക്സൈറ്റഡ് ആയിരിക്കും എല്ലാ കാര്യത്തിനും, അല്ലെ? അതുപോലെ തന്നെ അവർ ക്യൂരിയസ് ആയിരിക്കും ഒരുപാട് കാര്യത്തിന്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അവർക്ക് ചോദിക്കാനായിട്ട്. ഇപ്പോൾ അവരെന്ത് കാണുന്ന സമയത്തും ഇതെന്താണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ഉണ്ടാവും. ആ ചോദ്യങ്ങളെല്ലാം അല്ലെങ്കിൽ അതിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനായിട്ട് ഈ ഒരു അറ്റാച്ച്മെന്റ് ഫിഗറിന് കഴിയണമെന്നുള്ളതാണ്. അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആൻഡ് വാലിഡേഷൻ ഫ്രം അവർ അറ്റാച്ച്മെന്റ് ഫിഗർ. ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ആയിരിക്കണം കുട്ടിക്ക് കിട്ടേണ്ടത്. അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസും വാലിഡേഷനും. അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോൾ നിരുപാധികമായിട്ട് കുട്ടി ആരാണ് എന്താണെന്ന് നോക്കാതെ കുട്ടിയെ നിരുപാധികമായിട്ട് സ്നേഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും പറ്റണം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് സെക്യൂർ അറ്റാച്ച്മെന്റ് ടു അതർ പീപ്പിൾ എന്നുള്ളൊരു കോർ ചൈൽഡ്ഹുഡിന് ഇതായിരുന്നു. ഇനി അടുത്ത കോർ ചൈൽഡ്ഹുഡിന് നീഡ് എന്താണെന്ന് നോക്കാം. ഇതൊരു ഗ്രൂപ്പ് ഓഫ് നീഡാണ്. ഓട്ടോണമി, കോമ്പിറ്റൻസ് ആൻഡ് സെൻസ് ഓഫ് ഐഡന്റിറ്റി. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് നീഡ്സ്. അതിൽ ആദ്യത്തെ ഓട്ടോണമി. എ കൈൻഡ് ഓഫ് ചോയ്സ് മേക്കർ, എ കൈൻഡ് ഓഫ് നാവിഗേറ്റർ, സോ ദാറ്റ് യു ഗെറ്റ് ചോയ്സസ് ഓഫ് വാട്ട് യു നീഡ് ആൻഡ് വാട്ട് യു വാണ്ട്. യു നീഡ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓട്ടോണമി അക്രോസ് യുവർ ഡെവലപ്മെന്റ്. അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ചോയ്സ് മേക്കിംഗ് ആണ്. കുട്ടികളാകുന്ന സമയത്ത് തന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ചില ചോയ്സുകൾ എടുക്കാനുള്ള ഒരു ഒരു ഫ്രീഡം ഉണ്ടാവുക. അതാണ് ഈ ഒരു ഓട്ടോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഡെവലപ്മെന്റിന്റെ, കുട്ടികളുടെ ഡെവലപ്മെന്റിനെ ആണെങ്കിലും ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഓട്ടോണമി കുട്ടികൾക്ക് ഡെവലപ്പ് ആവാനായിട്ട് പറ്റണമെന്നുള്ളതാണ്. ഒരു ഇൻഫന്റിനെ സംബന്ധിച്ച്, ഒരു ജനിച്ച വീണ കുട്ടിയെ സംബന്ധിച്ച് എത്രത്തോളം ഓട്ടോണമി ആ കുട്ടിക്ക് ഉണ്ടാവും? ചോയ്സ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാവും? സെലക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എത്രത്തോളം ഉണ്ടാവും ആ ഒരു ഇൻഫന്റിന്, ഒരു ജനിച്ചു വീണ കുട്ടിക്ക്? കൂടുതലായിരിക്കും, കുറവായിരിക്കും? കുറവായിരിക്കും. അതെ അതെ, ഗുഡ്. വളരെ കുറവായിരിക്കും അല്ലേ? ഒരു ഇൻഫന്റിനെ സംബന്ധിച്ച് വളരെയധികം ഓട്ടോണമി വളരെ കുറവായിരിക്കും.
കുട്ടിക്ക് എന്തായിരിക്കും ഓട്ടോണമി ആ സമയത്ത് ഉണ്ടാവുന്നത്? കരയുന്ന സമയത്ത് അല്ല, കുട്ടിക്ക് ഇപ്പൊ എന്തെങ്കിലും വിശക്കുന്ന സമയത്ത് അല്ലെ, കുട്ടിക്ക് വിശക്കുന്ന സമയത്ത് കരയാനായിട്ട് അത് മാത്രമായിരിക്കും കുട്ടിക്ക് ഒരു ചോയ്സ് ഉണ്ടാവുന്നത്. കുറച്ചുകൂടി വലുതായി കുട്ടി ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഓട്ടോണമി ഡെവലപ്പ് ചെയ്തു. കുട്ടിക്ക് ഇപ്പൊ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പതിയെ നീന്തി ചെല്ലാനും, ഇപ്പൊ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കളറിലുള്ള ഒരു ടൈല് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ടൈലിന്റെ അടുത്തേക്ക് നീന്തി ചെല്ലാനും, അപ്പൊ കുറച്ചുകൂടി ഓട്ടോണമി ഡെവലപ്പ് ആയി. പിന്നെ അടുത്തൊരു സ്റ്റേജിൽ കുട്ടിക്ക് നടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ഒരു ശരിക്കും ഒരു ലോകം കീഴടക്കിയ ഒരു ഫീൽ ആയിരിക്കും കുട്ടിക്ക് കിട്ടുന്നത്. കാരണം എന്തായിരിക്കും, കുട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഓടി ചെല്ലാനും അത്തരത്തിലുള്ള ഒരു ഓട്ടോണമി കുട്ടിക്ക് ഡെവലപ്പ് ആയിട്ടുണ്ടാവും ആ സമയത്ത്. ഒരു അഡോളസെന്റോട് കൂടി നമുക്ക് ഈ ഒരു ഓട്ടോണമി കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാം, ഓട്ടോണമി എന്നുള്ളത്. ഓക്കെ, അടുത്തൊരു കാര്യം കോമ്പിറ്റൻസി എന്നുള്ളതാണ്. കോമ്പിറ്റൻസി എന്ന് പറയുമ്പോൾ എ ഫീലിംഗ് ഓഫ് ബീയിങ് എ കോമ്പിറ്റന്റ് നാവിഗേറ്റർ ഓഫ് ദ വേൾഡ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെൻസ് ദാറ്റ് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് സംതിങ് ആൻഡ് ഐ ക്യാൻ ഡു തിങ്സ്. അതായത് കുട്ടികളുടെ ഒരു ചൈൽഡ്ഹുഡ് നീഡാണ് അവർ കോമ്പിറ്റന്റ് ആവുക, അല്ലെങ്കിൽ അവർക്ക് കോമ്പിറ്റന്റ് ആണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. അതായത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും, എനിക്ക് ചിലതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു കുട്ടിയെ സംബന്ധിച്ച് ശരിക്കും അച്ഛനെ അമ്മേനെയൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗുഡ്, നന്നായിട്ട് ചെയ്തല്ലോ അങ്ങനെ പറയുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഒരു യെസ് ഐ എം എ കോമ്പിറ്റന്റ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് കുട്ടിയുടെ ഉള്ളിൽ പതിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് അവരെ ശരിക്കും ഒരു ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ജെഫ്രി യങ് പറയുന്നത്. അടുത്ത ഒരു ചൈൽഡ്ഹുഡ് നീഡ് എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് നീഡ്സ് ആ പറയുന്നത്. അതിലിപ്പോൾ ഓട്ടോണമി, കോമ്പിറ്റൻസ് ആൻഡ് സെൻസ് ഓഫ് ഐഡന്റിറ്റി എന്നുള്ളതാണ് അടുത്തൊരു നീഡ്. സെൻസ് ഓഫ് ഐഡന്റിറ്റി, എ സെൻസ് ഓഫ് ഇൻഡിവിജ്വേഷൻ. ഓപ്പോസിറ്റ് ഈസ് ആൻ എൻമെഷ്ഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, അതായത് ഇറ്റ്സ് എ സെൻസ് ഓഫ് ഓരോ കുട്ടിക്കും ഒരു ഇൻഡിവിജ്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്നുള്ളത് ഒരു കെട്ടുപിണഞ്ഞ ജീവിതം, ഒരു എൻമെഷ്ഡ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ എനിക്ക് എന്ത് നീഡ്സ് ഉണ്ടെങ്കിലും അത് ഫാമിലിയിലുള്ള എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയാണ് നമ്മൾ എൻമെഷ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുട്ടിയുടെ ഉള്ളിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല എന്നൊരു ഫീലിംഗ് ആയിരിക്കും കുട്ടിയുടെ ഉള്ളിൽ കൂടുതലും ഡെവലപ്പ് ആയി വരുന്നത്. അതേസമയം കുട്ടിക്ക് ഒരു കാര്യം ഇഷ്ടമല്ലെന്ന് പറയുന്ന സമയത്ത് ഓക്കെ യു ഡസൻ ലൈക്ക് ദിസ്, അല്ലെങ്കിൽ യു ഡോണ്ട് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഉള്ളിൽ ഐ ക്യാൻ എഗ്രി ഓർ ഡിസഗ്രി വിത്ത് സംതിങ്, ഇറ്റ്സ് മൈ റൈറ്റ്, അങ്ങനത്തെ ഒരു രൂപത്തിലേക്ക് കുട്ടിക്ക് എത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ 2 കോർ ചൈൽഡ്ഹുഡ് നീഡ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഒന്ന് സെക്യൂർ അറ്റാച്ച്മെന്റ് ടു അതർ പീപ്പിൾ, അടുത്ത ഗ്രൂപ്പ് ഓഫ് നീഡ്സ് ഓട്ടോണമി, കോമ്പിറ്റൻസി ആൻഡ് സെൻസ് ഓഫ് ഐഡന്റിറ്റി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോർ ചൈൽഡ്ഹുഡ് നീഡ് എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത കോർ ചൈൽഡ്ഹുഡ് നീഡ് ഫ്രീഡം ടു എക്സ്പ്രസ് വാലിഡ് നീഡ്സ് ആൻഡ് ഇമോഷൻസ്. ഫ്രീഡം ടു എക്സ്പ്രസ് നീഡ്സ്, ഫീലിംഗ്സ് ആൻഡ് ഒപ്പീനിയൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്സ് വിത്തൗട്ട് ഫിയർ ഓഫ് പണിഷ്മെന്റ് ഓർ റിജക്ഷൻ. അതായത് നമ്മുടെ നീഡ്സും ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം. ഇപ്പോൾ കരയുന്ന സമയത്തൊക്കെ ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ നീ എന്തിനാ ഇതിനൊന്നും ഇത്രയൊന്നും കരയാനില്ല, അല്ലെങ്കിൽ ഇതിനൊന്നും ഇത്ര ദേഷ്യപ്പെടാനില്ല. അപ്പൊ ഇങ്ങനെ ഇമോഷൻസിനെ കംപ്ലീറ്റ് ഇൻവാലിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് കുട്ടി വിശ്വസിക്കുന്ന ഒന്നെങ്കിലും എന്നെ മനസ്സിലാക്കാനായിട്ട് ആർക്കും കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസിനെ ആരും തിരിച്ചറിയുന്നില്ല, എൻ്റെ പെയിൻ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇമോഷൻ ഡിപ്രിവിയേഷൻ അല്ലെങ്കിൽ ഇമോഷൻ ഇൻഹിബിഷനിലേക്ക് എത്തിച്ചേരും. അതായത് ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഫീലിംഗ് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം ഒരു തരത്തിലൊരു സ്കിസോയിഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്കിസോ ടൈപ്പ് അല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ജെഫ്രി യങ് പറയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ, ഫീലിംഗ് ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടണം ചെറുപ്പത്തിൽ, അസേർട്ട് ചെയ്യാനും. അതായത് ഈവൻ കുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് അത് കോൺഫ്ലിക്റ്റഡ് ആണെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പിസ്സ കഴിക്കുന്ന ഇഷ്ടമുള്ള ഒരു കുട്ടി ആ പിസ്സ വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം ആ കുട്ടീനോട് യു ലൈക്ക് പിസ്സ എന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് ഇമോഷനി, ആ കുട്ടിയുടെ ഒരു ഇമോഷൻ ആയിരിക്കും അത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അറ്റ് ദ സെയിം ടൈം കുട്ടിയുടെ ഫീലിംഗും ഡിസയറും അനുസരിച്ച് മാത്രം ജീവിക്കാൻ കഴിയില്ല അല്ലെ, മറ്റുള്ളവരുടെ ഫീലിംഗ് കൂടി ഞാൻ മനസ്സിലാക്കി അഡ്ജസ്റ്റ്മെന്റ് നടത്തണം എന്നൊരു കോംപ്രമൈസ് പതിയെ കുട്ടിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഇപ്പൊ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും
ആദ്യം കുട്ടിയുടെ ഫീലിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ കുട്ടിക്ക് ആ ഒരു ചൈൽഡ്ഹുഡ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആ കുട്ടിയുടെ ഒരു ഫീലിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആളുണ്ടാവണം എന്നുള്ളതാണ് ജെഫ്രി യങ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് ഒരു ഐസ്ക്രീം വേണമെന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു ഐസ്ക്രീം വേണം. അപ്പോൾ കുട്ടി നമ്മൾ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണം, എനിക്കിപ്പോൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ യു ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. എന്നിട്ട് പിന്നീട് നമുക്ക് കുട്ടിയോട് പറയാം ഇപ്പോൾ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ അല്ല, അതല്ലെങ്കിൽ ഇപ്പോൾ പാരൻസിൻ്റെ അടുത്ത് പൈസ ഇല്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കത് പിന്നെ വാങ്ങിയാൽ പോരെ, ഇപ്പൊ അങ്ങനെ നമുക്ക് സജഷൻ കൊടുക്കാം. പക്ഷെ ആദ്യം നമുക്ക് വേണ്ടത് അവരുടെ നീഡ്സിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് അത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ 3 നീഡ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഒന്ന് സെക്യൂർ അറ്റാച്ച്മെന്റ് ടു അതർ പീപ്പിൾ, അടുത്ത ഓട്ടോണമി, കോമ്പിറ്റൻസി ആൻഡ് സെൻസ് ഓഫ് ഐഡന്റിറ്റി, ഫ്രീഡം ടു എക്സ്പ്രസ്, വാലിഡ് നീഡ്സ് ആൻഡ് ഇമോഷൻസ്. ഇനി അടുത്ത 4ാമത്തെ നീഡ് ജെഫ്രി യങ് പറഞ്ഞത് സ്പോണ്ടേനിറ്റി ആൻഡ് പ്ലേ എന്നുള്ളൊരു നീഡാണ്. ഫ്രീഡം ടു എക്സ്പ്രസ് നീഡ്സ്, ഫീലിംഗ്സ് ആൻഡ് ഒപ്പീനിയൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്സ് വിത്തൗട്ട് ഫിയർ ഓഫ് പണിഷ്മെന്റ് ഓർ റിജക്ഷൻ. Assert and express needs, feelings and desires in relationships even when these differ from or are in conflict with the significant others. ഇപ്പോൾ ചെറിയ കുട്ടികളെ തന്നെ ഇപ്പോൾ കളിക്കാനൊന്നും വിടാണ്ട് എപ്പോഴും പഠിക്കെന്ന് പറയലും, അല്ലെങ്കിൽ സത്യം പറയുന്നതിൻ്റെ മഹാത്മ്യം പറയലും, വൃത്തിയുടെ കാര്യവും അടങ്ങിയിരിക്കലും, പിന്നെ ടൈം മാനേജ്മെന്റിനെ കുറിച്ചും, അപ്പോൾ അങ്ങനെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ പ്ലാൻഡ് ആയിട്ടും മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ചൈൽഡ്ഹുഡ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ എന്താണ്, അവർ കൂടുതൽ കളിക്കണം അല്ലെ, അവരുടെ ലൈഫിൽ എൻജോയ്മെന്റ് വേണം, അവർക്ക് സ്പോണ്ടേനിയസ് ആവാനായിട്ട് പറ്റണം. അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്പോണ്ടേനിയസ് എന്നുള്ളത്. എല്ലാം പ്ലാൻഡ് ആയിട്ട് നമുക്ക് എല്ലാം പ്ലാൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈഫിൽ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല അല്ലെ, ഒരു ഫൺ ഉണ്ടാവില്ല ലൈഫിൽ. അതിനർത്ഥം എല്ലാം അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യണമെന്നല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യണം. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സ്പോണ്ടേനിയസ് ആയിട്ടും ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവർ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല കളിക്കുന്നത് അല്ലെ. ഇപ്പൊ അവർ പിയർ ഗ്രൂപ്പ്സ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് വാ നമുക്ക് കളിക്കാം എന്നും പറഞ്ഞാൽ അവർ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടായിരിക്കും, അല്ലാതെ അവർ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല കളിക്കുന്നത്. അപ്പോൾ അവരിഷ്ടപ്പെടുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം എപ്പോഴും വേണമെന്നല്ല, പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു കുട്ടിക്ക് കിട്ടണം. അതൊരു നീഡാണെന്നുള്ളതാണ് ജെഫ്രി യങ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ വലുതാവുന്ന സമയത്തും ഒരു ഫൺ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പത്തിൽ ഈ ഒരു പ്ലേഫുള്ള് അല്ലെങ്കിൽ എൻ്റർടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അഡൾട്ട് ആവുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ അഡൾട്ട് ആവുന്ന സമയത്ത് റാഷണൽ ആവും, എല്ലാം ലോജിക്കലായിട്ടും ഭയങ്കര കൃത്യമായിട്ടും ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അത് വലിയ നഷ്ടമായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതായത് അഡൾട്ട് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട്, പാർട്ട്ണറായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആയിട്ട്, ഫാമിലി ആയിട്ട് നമുക്കൊന്ന് പ്ലേഫുൾ ആവാനായിട്ട് പറ്റണം, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം അവരായിട്ട്. നമുക്ക് ശരിക്കും അച്ചീവ്മെന്റ്സ് ഒക്കെ വേണം അല്ലെ, നമുക്ക് എല്ലാ അച്ചീവ്മെന്റ്സും വേണം. നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന, നമ്മുടെ ഇപ്പോൾ ഒരു ദിവസത്തിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു അച്ചീവ്മെന്റ്സിനെ കുറിച്ചുള്ള ചിലപ്പോൾ ചിന്തകളായിരിക്കും. അതല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, അച്ചീവ്മെന്റ്സ് വേണം, ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. പക്ഷെ ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്പോണ്ടേനിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, നമുക്ക് നമ്മുടെ ലൈഫിൽ എൻജോയ്മെന്റ്സ് കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം കൂടി. അപ്പൊ നമ്മൾ പലപ്പോഴും വളരെ സക്സസ്ഫുൾ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അവര് സക്സസ്ഫുൾ ആയിരിക്കും, കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ഹാപ്പിനെസ് എന്നുള്ള ഒരു കാര്യം പലപ്പോഴും അവരുടെ ലൈഫിൽ മിസ്സിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് അച്ചീവ്മെന്റ്സും വേണം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും കൂടിയുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യാണ്, ഇപ്പൊ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അല്ല നമ്മൾ യാത്ര പോകാനായിട്ട് തീരുമാനിക്കുന്ന സമയത്താണെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ A to Z പ്ലാൻ ചെയ്യുന്ന ഒരു യാത്രയായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു അൺപ്ലാൻഡ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു യാത്രയായിരിക്കും നമ്മൾ കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ്, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണെങ്കിൽ ഷെയർ ചെയ്യും. രണ്ടിനും രണ്ട് തരത്തിലുള്ള ഒരു എൻജോയ്മെന്റ് ആണെങ്കിലും പ്ലാൻഡ് ആയിരിക്കും എപ്പോഴും നമുക്ക് കുറച്ച് സേഫ്.
അതെ അതെ, കുറച്ച് സേഫ് പ്ലാൻഡ് ആയിരിക്കും അല്ലേ? അതെ. വേറെ എന്തെങ്കിലും സെഷൻ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഹലോ, ഹലോ, പറഞ്ഞോ. എൻ്റെ പേര് അമർനാഥ്. ഓക്കെ, അമർനാഥ് പറഞ്ഞു. ഓക്കെ. അമർനാഥ്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയാ, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളതല്ല, നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചില ട്രിപ്പിനാണ് കൂടുതൽ എൻജോയ്മെന്റ് കിട്ടിയിട്ടുള്ളതാണ്. ലൈക്ക് ഓക്കെ. മോസ്റ്റ്ലി ഇപ്പോൾ എന്താ പറയാ, പ്ലാൻഡ് ആകുമ്പോൾ ചിലപ്പോഴൊക്കെ ആ ഒരു പ്ലാനിങ് അവസാനം വരെ ഉണ്ടാവില്ല, ലൈക്ക് സക്സസ് ആവില്ല. പ്ലാനിങ് ഇടയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ഡ്രോപ്പ് ആവും ഒരു കേസ്. ചിലപ്പോൾ സക്സസ് ആവും, എന്നാലും നമ്മൾ ആ യാത്ര അല്ലെങ്കിൽ ആ ഒരു പ്ലാനറ്റ് എവിടെയെങ്കിലും പോവാണെങ്കിൽ അത് എൻജോയ് ചെയ്യുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടിയും എന്താ പറയാ, ഒരു പെട്ടെന്നുള്ള ലൈക്ക് ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ ചെറുപ്പത്തൊക്കെ നമ്മൾ സമ്മർ വെക്കേഷനൊക്കെ അമ്മയുടെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കേഷന് പോകുമ്പോൾ എല്ലാവരും കൂടെ, അതായത് കസിൻസ് എല്ലാവരും കൂടെ മീറ്റപ്പ് ഉണ്ടാവുമ്പോൾ ലൈക്ക് നമ്മളുടെ മാമനോ ആരെങ്കിലും ഒക്കെ എവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പുള്ളി അത് എന്താ പറയാ, എന്തെങ്കിലും എവിടെ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്യൂരിയസ് ആയിരിക്കും, ഒരു ത്രില്ല് ഉണ്ടാവും, കുറച്ചുകൂടെ എൻജോയബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഓക്കെ ഓക്കെ, ശരി, ഗുഡ് ഗുഡ്, താങ്ക് യു. അതിൽ പറഞ്ഞ പോലെ നമ്മൾ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന യാത്രകൾക്ക് ഇപ്പം ആദ്യം പറഞ്ഞ പോലെ സേഫ്റ്റി ഉണ്ടാവും. പക്ഷെ ഇപ്പം നമ്മളൊരു സ്പോണ്ടേനിയസ് ആയിട്ടൊരു യാത്ര ചെയ്യണമെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടി നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് എടുക്കുന്ന യാത്രകൾ, അതിലായിരിക്കും നമുക്ക് കൂടുതൽ ഫൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ 4 കോർ ചൈൽഡ്ഹുഡ് നീഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സെക്യൂർ അറ്റാച്ച്മെന്റ് ടു അതർ പീപ്പിൾ, autonomy, competence and sense of identity, freedom to express value, needs and emotions, spontaneity and play. അടുത്ത അവസാനത്തെ ഒരു കോർ ചൈൽഡ്ഹുഡ് നീഡാണ് റിയലിസ്റ്റിക് ലിമിറ്റ് ആൻഡ് സെൽഫ് കൺട്രോൾ എന്നുള്ളത്. ഈ ഒരു ചൈൽഡ്ഹുഡ് നീഡും കൂടി പറഞ്ഞിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ റിയലിസ്റ്റിക് ലിമിറ്റ് ആൻഡ് സെൽഫ് കൺട്രോൾ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 4 നീഡ്സും നമ്മുടെ ലൈഫിൽ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ആ നീഡ്സിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലിമിറ്റും കൂടി വെക്കണം. ഇപ്പോൾ കുട്ടികൾക്ക് സെൽഫ് കൺട്രോൾ പഠിപ്പിക്കണം, ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. അതായത് ഒരു കുട്ടിയുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം, വാലിഡേറ്റ് ചെയ്യുകയും വേണം. പക്ഷെ എന്നാൽ എല്ലാ നീഡ്സും അംഗീകരിച്ചു കൊടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. എല്ലാ നീഡ്സും അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു എൻടൈറ്റിൽമെന്റ് സ്കീം ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഞാൻ ആഗ്രഹിച്ച മുഴുവൻ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കിട്ടും എന്നൊരു ഫീല്. അതായത് ഇപ്പോൾ നമ്മളൊരു ഐസ്ക്രീം ചോദിക്കുന്ന ഒരു കുട്ടിയോട് യു ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഒരു നീഡിനെ വാലിഡേറ്റ് ചെയ്യുക ആദ്യം. അതിനുശേഷം നമുക്ക് ക്യാഷ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ATM-ലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കുട്ടീനെ കാണിച്ചു കൊടുക്കുക ഇപ്പോൾ ബാലൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുട്ടിക്ക് ഈ ഒരു മണിയുടെ വാല്യൂ അല്ലെങ്കിൽ ടൈമിന്റെ വാല്യൂ, ആ കാര്യങ്ങൾ കൂടി പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കുട്ടിയുടെ അടുത്ത് ആ ഒരു മണിയുടെ വാല്യൂ പറയുന്ന സമയത്ത് കുട്ടി ഓക്കെ, അപ്പം ഇനി അച്ഛൻ്റെ അടുത്ത് പൈസ ഉള്ള സമയത്ത് വാങ്ങിച്ചു തന്നാൽ മതി അങ്ങനെ പറയണമെങ്കിൽ ആ ഒരു നീഡ് കുട്ടിക്ക് ആ ഒരു മണിയുടെ വാല്യൂടെ മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചില നീഡ്സ് ജെന്റിലായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് പോസിബിൾ ആയിട്ടുള്ള നീഡ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാം. The primary goal of schema therapy is to help clients to meet their unmet needs adaptively. അതായത് ഒരു ഫ്രോയിഡിയൻ ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സേഷൻ വരും എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ ആ ഒരു നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ആ ഒരു നീഡ് ആവശ്യമില്ലെങ്കിലും ആ നീഡിന് വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്കീമാ തെറാപ്പിയുടെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ഗോൾ എന്നുള്ളത് ചെറുപ്പത്തിൽ മീറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന കുറെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് നീഡ്സ് ഉണ്ടല്ലോ, അപ്പൊ ആ നീഡ്സ് എല്ലാം ക്ലയന്റിന് മീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമാ തെറാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വരാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം.
ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ, മറ്റെന്തെങ്കിലും ഇതിനോട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഒരു സെഷൻ. അഞ്ച് നീഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു കോർ ചൈൽഡ്ഹുഡ് നീഡ്സ് 5 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഹലോ സർ, ഇത് ആക്ച്വലി എത്ര നീഡ്സ് ഉണ്ട്? 5 നീഡ്സ്, 5 നീഡ്സ് ഇതല്ലാതെ ഉള്ളത്. വേറെ എന്തോ ചോദിക്കും? ലൈക്ക് സർ ഇപ്പം ഈ 1 hour സെഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞതല്ലേ, അല്ലാതെ വേറെ ഉണ്ടോ? ഡീറ്റെയിൽ ആയിട്ട് ഇല്ല, നമ്മൾ ഈ ഒരു പഠിക്കുമ്പോൾ കുറെ നീഡ്സ് ഉണ്ടാവും. സ്കീമ തെറാപ്പിയിൽ ജെഫ്രി യങ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു 5 ചൈൽഡ്ഹുഡ് നീഡ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു 5 ചൈൽഡ്ഹുഡ് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്താണ് പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്കും അല്ലെങ്കിൽ ഒരു ക്രോണിക് ആയിട്ടുള്ള മെന്റൽ ഇൽനെസ്സിലേക്കും ഇപ്പോൾ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് അല്ലെ അഡൾട്ടായിട്ട് വളർന്നു വരുന്ന സമയത്ത് പോകുക എന്നുള്ളതാണ് ജെഫ്രി യങ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്കീമ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഇപ്പൊ പറഞ്ഞ നീഡ്സ് ഇല്ല, അപ്പൊ ഈ നീഡ്സിനെയൊക്കെ നമ്മൾ ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള വേസിലൂടെ മീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സ്കീമ തെറാപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി ഇമോഷൻ, ഇപ്പോൾ സൈക്കോ ഡൈനാമിക് അപ്രോച്ചും മൈൻഡ്ഫുൾനെസ്സും ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കോർ ചൈൽഡ്ഹുഡ് നീഡ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ സ്കീമ തെറാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എയിം എന്നുള്ളത്. ക്ലിയർ ആണോ? താങ്ക് യു സോ മച്ച്. ക്ലിയർ ആണ് ആശം സർ. ഓക്കെ താങ്ക് യു. വേറെ ഒന്നുമില്ല, നമുക്ക് പതിയെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് അത് മനസ്സിലാക്കി തന്നു. വളരെ ലളിതമായിട്ട് നമുക്കത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഏകദേശം 5 പോയിന്റ്സും നന്നായിട്ട് മനസ്സിലായി. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഫീഡ്ബാക്കോ പറയാൻ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, വേറെ ആർക്കും കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ. ഓക്കെ, നമ്മുടെ ഹാഷിം സാറിനെ പറ്റി നേരത്തെ പറഞ്ഞതുപോലെ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, അതുപോലെ തന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് അല്ലേ. അപ്പൊ അത്രയും എക്സ്പീരിയൻസിന്റെയും കൂടി ബേസിലാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. എനിവേ, ഇനിയും നമ്മൾ ഇതുപോലുള്ള സെഷൻസ് ഹാഷിം സാറിന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്ക് എത്ര ക്ലാസ് എടുത്താലും എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും സാധാരണക്കാരിലേക്ക് ഇത് എത്തേണ്ടുന്നത് ആവശ്യകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം ഇപ്പോ പരസ്പരം ഒന്നും സംസാരിക്കാൻ സമയമില്ല, കുട്ടികളെ നോക്കാൻ സമയമില്ല, നന്നായിട്ടൊരു പാരന്റിങ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോ അനുഭവിച്ചവർ തന്നെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇത്തരം ട്രോമകളെ പറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട്. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് മെന്റലി എന്താണ് എന്റെ പ്രശ്നം എന്ന് അറിയാതെ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആ പ്രശ്നങ്ങളെ ആഴത്തിൽ കൈകാര്യം ചെയ്യാനൊക്കെ ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ സെഷൻ ലീഡ് ചെയ്ത ഹാഷിം സാറിന് പ്രത്യേക നന്ദി പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിംബിൾ അക്കാഡമിക്കും. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. 90th ബാച്ച് വിംബിൾ അക്കാദമിക്ക് അതുപോലെ തന്നെ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും വളരെ അധികം വലിയൊരു താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്.